നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വിസ പുതുക്കുന്നതിനുള്ള ഉയർന്ന ഫീസ് താങ്ങാൻ കഴിയുന്നില്ല. 60 കഴിഞ്ഞ 4000-ലേറെ പ്രവാസികൾ എന്നേക്കുമായി കുവൈറ്റ് വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കുവൈറ്റ് മാൻ പവർ അതോറിറ്റി നിശ്ചയിച്ച പ്രായപരിധി നിബന്ധനയും വിസ പുതുക്കുന്നതിനുള്ള ഫീസ് നിരക്കും ആയിരക്കണക്കിന് പ്രവാസികളെ നേരിട്ട് ബാധിച്ചതായാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരും സർവകലാശാല ബിരുദം ഇല്ലാത്തവരുമായ 4000 വിദേശികൾ ഈ കാലയളവിൽ കുവൈറ്റിലെ ജോലി അവസാനിപ്പിച്ച് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയി. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ബിരുദ യോഗ്യതയില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ പ്രത്യേക ഫീസ് ഈടാക്കിക്കൊണ്ട് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഉത്തരവിറക്കിയത്. ഇതുപ്രകാരം ഈ വിഭാഗത്തിലുള്ളവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ 800 ദിനാറിൽ കൂടുതൽ തുക ചെലവ് വരുന്നുണ്ട്. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വരും. ഇത് താങ്ങാനാവാതെയാണ് പലരും പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. പ്രത്യേകിച്ച് ചെറിയ വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലാണ് ഇങ്ങനെ തിരികെ പോയവരിൽ കൂടുതലും. അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സർവീസ് മേഖലകളിൽ ജോലി ചെയ്തിരുന്ന മുതിർന്ന പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് തിരിച്ചത്. ആദ്യ 3 മാസങ്ങൾക്കിടയിൽ 60 കഴിഞ്ഞ 1423 പേർ ഈ മേഖലയിൽ നിന്ന് പിരിഞ്ഞുപോയതായി കണക്കുകൾ വ്യക്തമാക്കി. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് 792 പേരും കാർഷിക മത്സ്യബന്ധന മേഖലകളിൽ നിന്ന് 739 പേരും റെസ്റ്റോറൻറ്റ് ഫുഡ് പ്രോസസ്സിംഗ് മേഖലകളിൽ നിന്ന് 257 പേരും ഉൽപ്പാദന മേഖലയിൽ നിന്ന് 103 പേരും പ്രായപരിധി നിബന്ധന കാരണം തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ സാധിക്കാതെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയതായി കണക്കുകൾ വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള 2000 നഴ്സുമാർ കുവൈറ്റിലെത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇവർ ഉടനെ തന്നെ രാജ്യത്തെത്തുമെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 7000-ലേറെ നഴ്സുമാർ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ നേരത്തെ തന്നെ വരേണ്ടതായിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം വരവ് വൈകുകയായിരുന്നുവെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ഹോൾസെയിൽ റീറ്റെയിൽ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതായി കണക്കുകൾ പറയുന്നു. ഈ വർഷം ആദ്യ പാദത്തിൽ 3406 പേരാണ് ഈ മേഖലയിൽ പുതുതായി തൊഴിൽ ചെയ്യാനെത്തിയത്. പ്രൊഫഷണൽ മേഖലയിൽ 2016 ജീവനക്കാരും വിദ്യാഭ്യാസ മേഖലയിൽ 1499 പേരും മാലിന്യ സംസ്കരണ മേഖലയിൽ 1398 പേരും ആരോഗ്യ മേഖലയിൽ 573 പേരും മൈനിങ് കോറി മേഖലയിൽ 412 പേരും പുതുതായി ജോലിയിൽ പ്രവേശിച്ചു. പുതിയ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് 13 ലക്ഷം പ്രവാസി ജീവനക്കാർ ഉണ്ടെന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ.